ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതും കുക്കറിലാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അതിനായി ആദ്യം ഫ്രഷ് ആക്കി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ശേഷം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന കുക്കറിലേക്ക് ആവശ്യത്തിന് നെയ്യും എണ്ണയും ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇതെല്ലാം ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം ഇടാനുള്ളതാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ മുന്തിരിയും സവാളയും മാത്രമേ ഉള്ളൂ, അണ്ടിപ്പരിപ്പില്ല. അപ്പോൾ ഞാൻ അത് ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം അതേ എണ്ണയിലേക്ക് ബാക്കി സവാള ഇട്ട്, ഞാൻ 4 സവാള എടുത്തിരിക്കുന്നത്, അതിൽ ഒരു സവാള മൂപ്പിച്ച് മാറ്റി വെച്ചു. ബാക്കി 3 സവാള നമ്മൾ ബിരിയാണിയിലേക്ക് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടുക. ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ, ഇപ്പോൾ ഇവിടെ നാടൻ കോഴിയായതുകൊണ്ട് ഞാൻ വേറെ കുക്കറിൽ വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വേവാനുള്ളതുകൊണ്ട് സാധാ കോഴിയാണെങ്കിൽ ഇതിൽ തന്നെ ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മസാലപ്പൊടി, ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഒന്ന് തിളച്ച് വരും, കുറച്ച് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് തിളച്ച് വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇടുക. പൊതുവേ ബിരിയാണിക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. പക്ഷേ ഇതിൽ 1 കപ്പിന് 1 കപ്പ് വെള്ളം തന്നെ മതിയാവും. കാരണം ചിക്കനിൽ നിന്ന് ഓൾറെഡി കുറേയൊക്കെ വെള്ളം ഇറങ്ങിയിരിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ല ചൂട് വെള്ളം ആവശ്യത്തിന് ഉപ്പിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എത്ര വെള്ളമാണോ വേണ്ടത് അത് നിങ്ങൾ എടുത്ത അരിക്കനുസരിച്ച് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ കേൾപ്പിച്ച് നമ്മുടെ ബിരിയാണി റെഡിയായി.